അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെറുപഴം കൊണ്ട് രണ്ട് വ്യത്യസ്ത രുചിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് ഡ്രിങ്ക് ആണ്. കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് ഡ്രിങ്ക് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ചെറുപഴം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഞാലിപ്പൂവൻ പഴമാണ്. അപ്പോൾ ഈ ഒരു പഴം എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് അത് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ റോസ് സിറപ്പാണ്. ചെറുപഴത്തിൻ്റെ കൂടെ ഈ ഒരു റോസ് സിറപ്പ് കൊണ്ട് ചേരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പാൽ ഇതുപോലെ ഫ്രീസറിനകത്ത് വെച്ചിട്ട് കട്ടയാക്കി എടുത്തതാണ്. ഇതിപ്പോൾ ഞാനൊരു 2 ഗ്ലാസ്സിനുള്ള ഷേക്കാണ് കേട്ടോ അടിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പാൽ നമ്മൾ കട്ടയാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 1.25 കപ്പോളം കട്ടയായിട്ടുള്ള പാലുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. റോസ് സിറപ്പിന് അത്യാവശ്യം ഒരു മധുരമുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കൂടാതെ ഒരു 1/4 കപ്പ് നല്ല തണുത്ത പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ആദ്യത്തെ ഷേക്കിനുള്ള ചേരുവകളൊക്കെ ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വന്നാൽ മാത്രം മതി. അപ്പോൾ ഇത് കണ്ടില്ല, ഞാനിവിടെ ഇത് നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്താൽ മാത്രം മതി. ഒഴിച്ചു കൊടുക്കുമ്പോൾ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ്സിൻ്റെ സൈഡിലെല്ലാം ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിൽ നമ്മൾ ഇതുപോലെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് അതൊന്ന് സെറ്റ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് നമ്മൾ ഈ ഷേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കാണാനുള്ള ഒരു ചെറിയ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് റോസ് സിറപ്പ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ആദ്യത്തെ റോസ് സിറപ്പും ചെറുപഴവും വെച്ചിട്ടുള്ള ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഡ്രിങ്കിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചെറുപഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഓറിയോയുടെ ബിസ്ക്കറ്റ് ആണ് കേട്ടോ. ഇതുപോലെ ഓറിയോയുടെ ചെറിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 4 ബിസ്ക്കറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു 4 ഓറിയോയുടെ ബിസ്ക്കറ്റും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ 2 ഗ്ലാസ്സിനുള്ളതാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പാല് കട്ടയാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ നല്ല തണുത്ത പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതും കൂടെ നമുക്കിനി മിക്സിയിൽ നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചെറുപഴം ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ടുള്ള ഈ ഒരു ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് തന്നെ ചെറിയതായിട്ടൊന്ന് പൊടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ 2 ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും ഒന്നിനൊന്ന് മെച്ചമാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ രണ്ടും കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പലർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. അപ്പോൾ അറിയാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. രണ്ടും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.